ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നതേ അപ്പോൾ കുറേ കാലമായി നമ്മൾ വലയിട്ട് മൂടിയിരുന്ന റംബൂട്ടാൻ്റെ വിളവെടുപ്പാണ് കേട്ടോ ഇവിടെ ഇന്ന് നടക്കുന്നത്. നമുക്കറിയാലോ, വലയിട്ടില്ലെങ്കിൽ ഭയങ്കര സീനായിരിക്കും. വവ്വാൽ വന്ന് മൊത്തത്തിൽ പഴുത്തതും പഴുക്കാത്തതും എല്ലാം അടിച്ചെടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഇതിങ്ങനെ വലയിട്ട് വെച്ചിരിക്കുമായിരുന്നു കേട്ടോ. നമ്മൾ ഈ പുറത്ത് കൊടുക്കുമ്പം അവർക്ക് അതിൻ്റെ രീതി വലയൊക്കെ ഇടാൻ അറിയാമല്ലോ, അങ്ങനെ വലയിട്ട് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ വിചാരിച്ചു അത്യാവശ്യം ഏകദേശം എല്ലാം പഴുത്ത് കഴിയുമ്പോഴത്തേക്കും അവർ പറിച്ചുകൊണ്ട് പോകുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെ നന്നായിട്ട് പഴുത്തിട്ടും നമ്മുടെ കണ്ണിൽ പഴുത്തിട്ടും പക്ഷെ അവർ വന്ന് നോക്കിയിട്ട് കുറച്ചുകൂടെ ആവാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ ഇന്നാണ് ഈ റംബൂട്ടാൻ പറിക്കുന്ന ദിവസം, റംബൂട്ടാൻ്റെ വിളവെടുപ്പ് ദിവസം. അപ്പം ശരിക്കും പറഞ്ഞാൽ കുറേ നാളായിട്ട് ഇതിങ്ങനെ എന്തുവന്നാലും നമുക്ക് അണ്ണാനിൽ നിന്നും ഇതിനെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് അവർ അഡ്വാൻസായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അണ്ണാൻ അതിൻ്റെ ഇടയിൽ കൂടെ എല്ലാം കയറി നല്ലപോലെ തിന്നുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇഷ്ടംപോലെ റംബൂട്ടാൻ നഷ്ടപ്പെട്ടായിരുന്നു. ഇവരിങ്ങനെ മൊത്തത്തിൽ ഒടിച്ചൊടിച്ചാണ് എടുക്കുന്നത്. മൊത്തത്തിൽ ഒടിച്ചെടുത്തിട്ട് ഓരോ കായും സെപ്പറേറ്റ് പറിച്ച് ഈ ബോക്സിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. മൊത്തത്തിലൊരു 5-6 ബോക്സ് കൊണ്ടുവന്നായിരുന്നു. ഞാൻ ശരിക്കും ഓർത്തു ഇത് ഇത്രയും ബോക്സ് കൊണ്ടുവന്നിട്ട് വല്ല കാര്യമുണ്ടോയെന്ന്. കാരണം വെച്ചാൽ ആദ്യം പറഞ്ഞ പോലെ ഒരുപാട് റംബൂട്ടാൻ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മൊത്തത്തിൽ ഇവരൊരു 5 പേരുണ്ടായിരുന്നു. അപ്പം താഴെ മുകളിലായിട്ട് 2-3-4 പേരൊക്കെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഇവിടെയൊക്കെ കണ്ടോണേ, ഇത് ഈ താഴെയൊക്കെ കിടക്കുന്നുണ്ട്. ഇതെല്ലാം എന്താ പറയുക, പഴുത്തും അഴുക്കായി പോയതും അതുപോലെ അണ്ണാനൊക്കെ കടിച്ച് കളഞ്ഞിട്ടുള്ള ഇഷ്ടംപോലെ റംബൂട്ടാൻ കേട്ടോ ഈ കിടക്കുന്നത് നിലത്ത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ മൊത്തത്തിൽ പറിച്ചത് കണ്ടപ്പം ഒരു ബോക്സിലേക്ക് പോലും തികയുമെന്നുള്ള സംശയം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. പക്ഷേ ഇത് കണ്ടോ, ഇപ്പം തന്നെ 2 ബോക്സിലായി കഴിഞ്ഞു. അപ്പം ഇത് വലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിലും വലയിൽ കടിച്ച് പിടിച്ച് കിടന്നല്ലേ തൂങ്ങിക്കിടന്നുണ്ട് വവ്വാലൊക്കെ ദേ കടിച്ചിരിക്കുന്നത് കണ്ടോ. ഇങ്ങനെ വവ്വാൽ ഇഷ്ടംപോലെ തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരിതിങ്ങനെ നല്ല ക്വാളിറ്റി ഉള്ളത് ഇങ്ങനെ ബോക്സിലേക്കും അല്ലാത്തത് സെപ്പറേറ്റ് മാറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ ഇവർ ഇന്ന് തന്നെ ഇത് തൂത്തുക്കുടിക്ക് വിടുമെന്ന്, നാട്ടിലേക്ക് വിടുമെന്ന് തന്നെയാണ് പറഞ്ഞത്. ഇത് കണ്ടോ, അത്യാവശ്യം പഴുപ്പ് കൂടിയതും ചീയാറൊക്കെ ആയതുമൊക്കെ ഇങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇതിലേക്ക് ഇങ്ങനെ ഇടുന്നത്. അപ്പം ഞാൻ ഡൗട്ട് ചോദിച്ചു ഇനി വല്ലതും ജാം വല്ലതും ഉണ്ടാക്കാനൊക്കെ ആണോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് ജാമൊന്നും ഉണ്ടാക്കാനല്ല, ഇങ്ങനെ തന്നെ ഞങ്ങളുടെ നാട്ടിലോട്ട് കൊണ്ടുപോകാനാണ്. അവിടെ ചെന്നിട്ട് വേറെ കച്ചവടക്കാർക്ക് കൊടുക്കും, അതിനുവേണ്ടിയാണ് കൊണ്ടുപോകുന്നത് എന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. പറിക്കണം നോക്കി നിൽക്കുക. ഒന്നുപോലും ഇല്ലാത്തതേ മൊത്തം പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അവരാദ്യം ഈ ബോക്സിൽ ഇങ്ങനെ ഒരു വാഴയിലിടും കേട്ടോ. എന്നിട്ടാണ് അതിന് മുകളിൽ റംബൂട്ടാൻ ഓരോന്നായിട്ട് ഇങ്ങനെ പറിച്ചിടുന്നത്. അവനും വരുന്നു. അപ്പോൾ അവിടെ നിൽക്കുക കൊച്ചു പറക്കി. തരാം ഇവിടെ ചേട്ടൻ വാട്ട് happened to you dear? കഥാ കൊച്ചു പറഞ്ഞ് കറക്റ്റായിരുന്നു, അതിന് വേണമെന്ന് പറഞ്ഞു. അവർ നമ്മളോട് ഇച്ചിരി കടിഞ്ചായ ചോദിച്ചു, അതിടുവാണേ.
പെണ്ണ് കാണാൻ പോകണോ ചേട്ടാ? ചായയൊക്കെ ആയിട്ട് ചേട്ടാ ഒരു ചേട്ടാ കളിയാക്കാതെ പോടി. അങ്ങനത്തെ മൊത്തത്തിൽ 6 ബാസ്ക്കറ്റ് റംബൂട്ടാൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടല്ലേ ഇതിങ്ങനെയൊക്കെ ഇരിക്കുന്നത് കാണുമ്പോഴത്തേക്കും. നല്ല കളർഫുള്ളാണ്. കാരണം വെച്ചാൽ ഇത് ശരിക്കും ഇങ്ങനെ വലയിട്ടുകൊണ്ടാണ് ഇത്രയും പഴുത്തും അതേപോലെ ഇത്രയും കളറായിട്ട്, നല്ല പഴുത്തുകൊണ്ടാണ് നല്ല കളറായത്. അല്ലാതെ നമ്മളിങ്ങനെയൊന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ലായിരുന്നെങ്കിൽ മൊത്തം വവ്വാലടിച്ചുകൊണ്ട് പോയേനെ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഒരു 1-2 ബക്കറ്റ് വെള്ളം കിണറ്റിൽ നിന്ന് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നത്, ചീഞ്ഞ് പോകത്തില്ലേ എന്ന് ചോദിച്ചു. പറഞ്ഞു ചീഞ്ഞൊന്നും പോകത്തില്ല, അപ്പോൾ ഇന്ന് തന്നെ വിടുവാണല്ലോ അവരുടെ നാട്ടിലോട്ട്, അങ്ങനെ ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയാണ് വെള്ളം ഒഴിക്കുന്നതെന്നാണ് അവർ പറഞ്ഞത്. വെയിറ്റ് കൂടാനാണോ എന്ന് നമുക്കൊരു അറിയത്തില്ല കേട്ടോ. ഇതിൻ്റെ കളറൊക്കെ കണ്ടപ്പോൾ ഞാൻ 1-2 എടുത്ത് കഴിച്ച് നോക്കിട്ടോ. നല്ല ടേസ്റ്റാണ്. നല്ല പഴുത്ത് കഴിക്കുമ്പോഴത്തേക്കും നേരത്തെയുള്ള ചെറിയ പുളിയൊന്നുമില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്കൊന്നും പക്ഷേ അത്രയും പഴുത്ത് കിട്ടാറില്ല, കാരണം അതിന് മുന്നേ വവ്വാല് വന്ന് മൊത്തം അടിച്ചുകൊണ്ട് പോകാറുണ്ടല്ലോ. അപ്പം ഞങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നിന്നുകൊണ്ടായിരിക്കും ചേട്ടൻ പറഞ്ഞ ആവശ്യത്തിന് എടുത്തോളാൻ പറഞ്ഞ് അവരുടെ കൂട്ടത്തിലുള്ളൊരു ചേട്ടൻ. ഞാൻ പറഞ്ഞു വേട്ട ചേട്ടൻ നന്നാ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ ചേട്ടൻ ഒരു കൂടൊക്കെ എടുത്തിട്ട് നമുക്ക് ഒരു കൂട് റംബൂട്ടാനൊക്കെ തന്നു കേട്ടോ.